ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജു ആകെ ടെൻഷനായി നിൽക്കുകയാണ്. കാരണം മുറ്റത്ത് പോലീസുകാർ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇവരോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് ആ സമയം തന്നെ അവിടേക്ക് വർഷയും അതുപോലെ തന്നെ നമ്മുടെ അബിയും എല്ലാവരും എത്തുന്നുണ്ട്. എന്ത് ചോദിക്കുന്നുണ്ട് അഞ്ജുവിനോട്. എന്ത് പറ്റി അഞ്ജു? ആ പോലീസ് വന്നിട്ടുണ്ട്. രാഹുലിൻ്റെ തിരക്കി തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. രാഹുൽ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവർ എന്നോട് ചോദിക്കുകയാണ് രാഹുൽ എവിടെയാണെന്നുള്ളത്. അപ്പം ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. താൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, താൻ അകത്തേക്ക് പോയിക്കോ എന്ന് അപ്പി പറയുന്നുണ്ട്. ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ എന്ത് പറയും? രാഹുൽ എന്തായാലും നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇനി ഞങ്ങൾ എന്തായാലും നോക്കിക്കോളാം. അവർ ചോദിക്കുന്നതിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞോളാം, നീ ടെൻഷൻ ആവാതെ അകത്തേക്ക് പോകാനായിട്ട് പറയുന്നു. ആ സമയത്ത് അബി നമ്മുടെ ശിവയോട് പറയുന്നുണ്ട്, ശിവ നീ ഒന്ന് പോയി സംസാരിക്കേ. പിന്നെ അവർ അതെന്താ തിരിച്ച് പറയുന്നത് നോക്കട്ടെ. നീ പറയുന്നത് അവർ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ലെന്ന് പറയും. നമ്മുടെ ശിവ പുറത്ത് പോയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അഞ്ജുവിൻ്റെ തിരക്കാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അഞ്ജുവിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ്. അഞ്ജുവിന് രാഹുൽ എവിടെയാണെന്നുള്ളത് ഒട്ടും അറിയില്ല, പിന്നെ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അഞ്ജുവിന് രാഹുലിനെ അറിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ SI സാർ വിളിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാലിൽ നിന്നൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അഞ്ജുവിന് മാത്രമാണ് അത് രാഹുലാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾക്കൊരു സംശയം മാത്രമാണുള്ളതെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ ശിവ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അഞ്ഞൂറ്റിയും കൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ പോയേ പറ്റൂ, അവൾ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നു. ആ സമയത്ത് ഈ കാര്യം അബിയോട് ചെന്ന് പറയുകയാണ്. അപ്പോൾ അബിക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അയ്യോ ഇനി എന്താ ചെയ്യുക, നമ്മളെങ്ങനെ അഞ്ജുവിനോട് പറയും? അവളുടെ കൂടെ ഞാനും പോവാം, അല്ല ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. അബി ഇവിടെ നിൽക്കും, നമ്മളെല്ലാവരും കൂടി അവളുടെ കുറേ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആകെ ടെൻഷനാവും. ഞാൻ പോവാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിക്കാം, നിനക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് അഞ്ജു റെഡിയാവാനായിട്ട് പോകാനായിട്ട് പറയുന്നു. അഞ്ജുവിനെയും കൊണ്ട് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ ശിവ. അതിനുശേഷം ഇവരോടൊന്ന് പറ ശിവ, എനിക്ക് രാഹുൽ എവിടെയാണെന്നുള്ളത് അറിയില്ല, ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക? അതല്ല SI സാറ് രാഹുലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അഞ്ജുവിനെ വിളിപ്പിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വരണം. ശിവയും വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇതെല്ലാം തന്നെ ശ്രീയോട് ചെന്ന് പറയുന്നുണ്ട്. അയ്യോ നമ്മൾ അവളുടെ കൂടെ പോകാമായിരുന്നു, അഞ്ജുവിൻ്റെ കൂടെ. അഞ്ജുവിന് ആകെ ടെൻഷനായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? ശിവയ്ക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ? ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും കൂടി പോയാൽ അവൾക്ക് അതിനേക്കാളും സംശയമാവും. നിൻ്റെ അഭിപ്രായം എന്താണ്? അത് രാഹുൽ തന്നെ ആയിരിക്കുമോ? രാഹുൽ ആവരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ എന്താ സംഭവിക്കാമെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവ വിളിക്കുന്നുണ്ട് കേട്ടോ. ശിവ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺ എന്തെങ്കിലും പ്രശ്നമുണ്ട് കേട്ടോ, കിട്ടുന്നില്ല. അയ്യോ അത് കട്ടായിപ്പോയി, എന്നാൽ തിരിച്ച് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കാമെന്നറിയില്ല. പാവം അഞ്ജു, ഇനി എങ്ങനെ ഇത് സഹിക്കുമെന്നും അറിയില്ല. അഞ്ജു രാഹുലും തമ്മിലുള്ള മാരേജ് എങ്ങനെ കഴിഞ്ഞെന്ന് ചോദിക്കുന്നു. അവർ രണ്ടാളും പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. പക്ഷേ രാഹുലിനെ കുറിച്ച് അധികമൊന്നും അഞ്ജുവിന് അറിയില്ല. ഇവിടെ നിന്ന് രാഹുൽ ഒരു വാടക വീട് എടുത്തതിന് ശേഷം തന്നെ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കി. അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അഞ്ജു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. രാഹുലിൻ്റെ പാസ്റ്റ് എന്താണെന്നൊക്കെ കുറേ ആളുകൾ വന്നിട്ട് ശല്യം ചെയ്യുന്നൊക്കെ ആയിട്ടാണ് അഞ്ജു പറഞ്ഞത്. അങ്ങനെ രാഹുൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ആ സമയത്താണ് വർഷം അങ്ങോട്ട് ചെല്ലുന്നത്. വർഷം ഒന്നും നോക്കാതെ തന്നെ അഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക ചെയ്തത് എന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും രാഹുലിന് ഒത്തിരി ഇഷ്ടമാണ് അഞ്ജുവിനെ. കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും എത്ര പ്രശ്നക്കാരനാണെങ്കിൽ പോലും അവനെ ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക്. അവനില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ സാധിക്കില്ല. ഞാൻ എങ്ങനെ ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പോലും എനിക്കറിയില്ല. ആ സമയത്ത് എന്താ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ രാഘവൻ വരുന്നുണ്ട് കേട്ടോ. അന്നത്തെ പോലെ തന്നെ കുടിച്ച് ലെക്ക് കെട്ട് തന്നെ കേട്ടോ അയാൾ വരുന്നത്. അതുപോലെ നമ്മുടെ വർഷയ്ക്കുള്ള കുറച്ച് അച്ചപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അത് ഗേറ്റിൻ്റെ അവിടെ തൂക്കിയിട്ടതിന് ശേഷം തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വർഷേ എന്ന് വിളിക്കുന്ന സമയത്ത് ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അഭി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഓ ഇയാളാണോ? അങ്കിൾ എന്തിനായി പിന്നെ ഇങ്ങോട്ട് വന്നത്? ഞാൻ എൻ്റെ മകളെ കാണാൻ വന്നതാണ്. ഞാൻ അറിയാതെ എൻ്റെ മകളുടെ കല്യാണം നിങ്ങളെല്ലാവരും കൂടി ഉറപ്പിച്ച കാര്യം ഞാൻ അറിഞ്ഞു. അത് നടക്കില്ല. എൻ്റെ മോൾ എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എന്നെ രക്ഷിക്കച്ച, എന്നെ എല്ലാവരും കൂടി കുടുക്കിയിരിക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോളെ കുടുക്കിയിരിക്കുകയാണെന്ന്. നിങ്ങളുടെ മകൾ ആരും ഇവിടെ കുടുക്കിയിട്ടൊന്നുമില്ല. അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രപ്പോസലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊക്കെ കൊണ്ടുവന്ന പ്രപ്പോസലല്ലേ, അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാമെന്നും നമ്മുടെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് അങ്കിൾ ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട്. ഇല്ല, എൻ്റെ മകളെ കാണാതെ ഞാൻ പോയില്ല, അവളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ആ സമയത്ത് വസുന്ധരയോട് ചെന്നിട്ട് മല്ലിക പറയുന്നുണ്ട്, ആ ഒരു പൈത്യക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണ് ബഹളം ഉണ്ടാക്കുന്നത്? അത് നമ്മുടെ വർഷപാപ്പയുടെ അച്ഛനില്ലേ, അയാൾ വീണ്ടും വന്നോ? അയാളിപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് വരുന്നു, കഴിഞ്ഞ പ്രാവശ്യവും വന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയോ പറഞ്ഞു വിട്ടു. ആ സമയത്ത് മല്ലിക എന്താ എന്നോട് പറയാഞ്ഞത്? അതിന് മേഡം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞത്. അങ്ങനെ ധനപാലം വരുന്നുണ്ട്. പാവം വർഷമോള് എങ്ങനെ ഇതൊക്കെ സഹിക്കും? അവൾ അന്ന് അയാളെ എങ്ങനെയോ പറഞ്ഞു വിട്ടതാണ്, വീണ്ടും അയാൾ വന്നു. ഇതിലൊന്നും ആ മോൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ വസുന്ധര എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രാഘവൻ വീണ്ടും ബഹളം ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് നോക്കുന്നു കേട്ടോ. ആരുമായിട്ടാണ് എൻ്റെ മകളുടെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ജനലിൽ കൂടെ നോക്കുന്ന സമയത്ത് ആ ശ്രീനാഥിനെയാണ് കാണുന്നത് കേട്ടോ. ശ്രീനാഥിനെ കാണുമ്പോഴത്തേനും ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇവനാണോ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഇവനെ ഞാൻ ശരിയാക്കും, പറ്റിയ ആളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറാൻ നോക്കുന്നു. വേണ്ട വേണ്ട, അകത്ത് കയറിയാൽ ശരിയാവില്ല, അവൻ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അവനെന്നെ ശരിയാക്കിയാലോ, പുറത്ത് നിൽക്കാം, അതായിരിക്കും ബുദ്ധിയെന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും വസുന്ധരയും ധനപാലും മല്ലികയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇയാൾ എന്തിനാ ഇവിടെ കടന്ന് ഇങ്ങനെ കാണിക്കുന്നത്? എണീറ്റ് പോകാനായിട്ട് പറയുന്നു. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നോട് പറയാതെയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു കേട്ടോ. ആ സമയത്ത് ശ്രീധർ അവർ വർഷയുണ്ട് കേട്ടോ അവിടെ. ശ്രീയേട്ടൻ അങ്ങോട്ട് പോകണ്ട, ഇപ്പം ആകെ പ്രശ്നം, ഇയാൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല വർഷ, ഇയാൾക്ക് തക്കതായിട്ട് എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ശ്രീയേട്ടൻ അങ്ങോട്ട് പോകണ്ട ശ്രീയേട്ടാന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. സമയത്ത് ഇറങ്ങി വാടാന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ നീയാണല്ലേ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിവേകം വരുന്നുണ്ട്. ചേട്ടാ അവിടെ നിന്ന് പോകാൻ നോക്ക്. ഞാൻ പോവില്ലടാ, എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ പോകുള്ളൂ പറയും. സുന്ദര അപ്പോൾ എടുത്ത വാലേക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ, അതായത് വർഷയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ മകനായിട്ടുള്ള ഇതാ വിവേകാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീയാണോ എൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്? അപ്പോഴത്തേനും ഇതാരാന്ന് ചോദിക്കുമ്പോഴത്തേനും വർഷ പറയുന്നുണ്ട്, ഇവിടെ എന്തിനാണ് നീ താമസിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീനാഥ് എൻ്റെ രക്ഷകർത്താവാണെന്ന് പറയുന്നു. ഇപ്പോൾ നിൻ്റെ രക്ഷകർത്താവായോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? വാക്കിന് മാറ്റങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരക്ഷരം ഇവിടെ നിന്ന് പറയരുത്, മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോവുമായിരിക്കും നല്ലതെന്ന് രാഘവനോട് വസുന്ധരയും ഭീഷണിപ്പെടുത്തി തന്നെ പറയുന്നത്. രാഘവനുണ്ടോ ഇതൊരു കൂസലുമില്ല. എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളും ഇപ്പോൾ വിളിച്ച് പറയുമായിരിക്കും. അതായത് ശ്രീനാഥ് വർഷയെ സ്നേഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ മനസ്സിലൊരു കരട് പോലെയാവും, അതായത് വസുന്ധരയുടെ മനസ്സിൽ. കാരണം ഇപ്പോൾ രക്ഷകർത്താവിൻ്റെ പോലെയാണ്, സഹോദരൻ്റെ സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീ അവിടെ കൊണ്ടേ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും വായിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നത്തിലേക്ക് അവിടെ ഇനി പോവുക. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.